ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ചാപ്റ്ററിൻ്റെ പേര് ആർട്ട്, ട്രൂത്ത് ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററായിരുന്നു. അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തു. അതിൽ ട്രൂത്തിനെ കുറിച്ചാണ് ആദ്യം നമ്മുടെ ഓതർ പറഞ്ഞത്. ട്രൂത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നതോ കേൾക്കുന്നതോ അല്ല, എന്നാൽ കാണുന്നതും കേൾക്കുന്നതും സത്യമാണെന്ന് വിശ്വസിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ ബാക്കിയാണ് പറയാൻ പോകുന്നത്. അദ്ദേഹം പറയാണ്, As every single person here knows, the justification for the invasion of Iraq was that Saddam Hussein possessed a highly dangerous body of weapons of mass destruction. അന്ന് ഇറാഖും അമേരിക്കയും തമ്മിൽ യുദ്ധമുണ്ടായ സമയത്ത് ആളുകളോട് അമേരിക്കയുടെ സൈന്യം അല്ലെങ്കിൽ അമേരിക്കയുടെ അന്നത്തെ പ്രസിഡൻറ്റ് പറഞ്ഞിരുന്നത്, സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ ഈ ലോകത്തെ നശിപ്പിക്കാൻ തക്കതായ ആയുധശേഖരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ അമേരിക്ക ഡിസ്ട്രോയ് ചെയ്തു, അവരെ ഇല്ലാതാക്കി, സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റി. Some of which could be fired in 45 minutes എന്നാണ്. അതായത് അതിൽ ആ ആയുധശേഖരത്തിൽ 45 മിനിറ്റ് കൊണ്ട് ലോകം ഇല്ലാതാക്കാൻ പറ്റിയ ആയുധശേഖരം ഇറാഖിൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് അമേരിക്ക ഇറാഖിനെതിരെ യുദ്ധം ചെയ്തതും ഇറാഖിനെ നശിപ്പിച്ചതും. ബ്രിങ്ങിങ് അബൌട്ട് അപ്പാലിംഗ് ഡിവാസ്റ്റേഷൻ, അതുമൂലം അങ്ങനെ പറഞ്ഞുകൊണ്ട് യുദ്ധം, അതായത് കളവാണ് ശരി, അങ്ങനെ പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്തതുകൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഇറാഖിനെന്നല്ല, അമേരിക്കയ്ക്ക് മാത്രമല്ല, ഈ ലോകത്തിന് തന്നെ, ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങൾക്കും ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. വി വർ അഷ്വേർഡ് ദാറ്റ് വാസ് ട്രൂ. പക്ഷേ നമ്മളോട് അവർ ഉറപ്പ് പറഞ്ഞു. ഈവൻ ഇത് ആരാ പറയുന്നത് നോക്കണം, ഓതർ ഹരോൾഡ് പിൻ്ററാണ് പറയുന്നത്. ഹരോൾഡ് പിൻ്റർ പറയാണ്, നമ്മളോടത് അവർ യഥാർത്ഥമാണ്, സത്യമാണെന്ന് പറഞ്ഞു. ഇറ്റ് വാസ് നോട്ട് ട്രൂ, പക്ഷേ അത് സത്യമായിരുന്നില്ല. We were told that Iraq had a relationship with Al-Qaeda എന്ന് പറയുന്ന ഭീകര സംഘടന ഉണ്ട്. അപ്പോൾ ഇറാഖും അൽ-ഖ്വയ്ദയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അടുപ്പമാണ്, റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നമ്മളോട് അവർ പറഞ്ഞു. ആൻഡ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ അട്രോസിറ്റി ഇൻ ന്യൂയോർക്ക് ഓഫ് സെപ്റ്റംബർ 11, 2001. ഉസാമ ബിൻ ലാദൻ്റെ നേതൃത്വത്തിൽ 2001 സെപ്റ്റംബർ 11 ന്യൂയോർക്ക് ബിൽഡിങ് നശിപ്പിച്ചതിൻ്റെ റെസ്പോൺസിബിലിറ്റി അൽ-ഖ്വയ്ദ ആണ് ഏറ്റെടുത്തത്. ഈ അൽ-ഖ്വയ്ദ ശരിക്ക് ഇവരുടെ ആളുകളാണ്, ഇറാഖ് സംരക്ഷിക്കുന്ന ഭീകര സംഘടനയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാഖിനെ അവർ ആക്രമിച്ചത്. പറഞ്ഞുകൊണ്ട്, യഥാർത്ഥമല്ല. വി വർ അഷ്വേർഡ് ദാറ്റ് ദിസ് വാസ് ട്രൂ, അതും സത്യമാണെന്ന് നമ്മളോട് അവർ പറഞ്ഞു. ഇറ്റ് വാസ് നോട്ട് ട്രൂ, പക്ഷെ അതും സത്യമായിരുന്നില്ല. We were told that Iraq threatened the security of the world. നമ്മളോട് പറഞ്ഞു അവർ, എന്താ പറഞ്ഞത്, ഇറാഖ് നമ്മുടെ ലോക സുരക്ഷയെ ത്രട്ടൻ ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളത് അവർ പറഞ്ഞു. We were assured it was true and it was not true. അത് സത്യമാണെന്ന് അവർ നമ്മോട് പറഞ്ഞു, പക്ഷേ സത്യമല്ല. അപ്പോൾ നമ്മൾ കേൾക്കുന്നതൊക്കെ സത്യമാണോ? ഹരോൾഡ് പിൻ്റർ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്നതൊക്കെ സത്യമാണെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? അവർ നമ്മളോട് പറഞ്ഞു സത്യമാണെന്ന്, പക്ഷേ അത് സത്യമായിരുന്നില്ല. ദാറ്റ് ട്രൂത്ത് ഈസ് സംതിങ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ആ സത്യം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്, എൻറ്റയർലി ഡിഫറെൻറ്റ്. ദ ട്രൂത്ത് ഈസ് ടു ഡു വിത്ത് ഹൗ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അണ്ടർസ്റ്റാൻഡ്സ് ഇറ്റ്സ് റോൾ ഇൻ ദ വേൾഡ് ആൻഡ് ഹൗ ഇറ്റ് ചൂസ് ടു എംബോഡി ഇറ്റ്. യഥാർത്ഥം സത്യമെന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. എന്താണ്? ദ
The truth is to do with how the United States understand its role in the world. അതായത് അമേരിക്കക്ക് യു എസിന് എന്താണ് ശരിയെന്ന് തോന്നുന്നു, എന്ത് ശരിയെന്ന് തോന്നുന്നു, അതാണ് സത്യം. അതെല്ലാവരും സത്യമായി അംഗീകരിച്ചോളണം. ആൻഡ് ഹൗ ഇറ്റ് ചൂസസ് ടു എംബോഡി ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സത്യം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തോളണം. അതാണ് ഇപ്പോഴത്തെ നിലപാട്, അന്നത്തെ നിലപാട്. ബട്ട് ബിഫോർ ഐ കം ടു ദ പ്രസൻറ്റ്, ഐ വുഡ് ലൈക്ക് ടു ലുക്ക് അറ്റ് ദ റീസെൻറ്റ് പാസ്റ്റ്. ഞാൻ ഈ പ്രസൻറ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ സംഭവങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ബൈ വിച്ച് ഐ മീൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫോറിൻ പോളിസി, അതായത് യു എസിൻ്റെ വിദേശ നയത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സിൻസ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ, അതായത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ അവസാനം മുതൽ എന്ത് അമേരിക്കയുടെ വിദേശ നയം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഐ ബിലീവ് ഇറ്റ് ഈസ് ഒബ്ലിഗേറ്ററി അപ്പോൺ അസ് ടു സബ്ജക്റ്റ് ദിസ് പീരീഡ് to at least some kind of even limited scrutiny, which is all that time will allow here. ഓക്കെ, അതായത് കുറച്ച് സമയം തന്നെയെങ്കിലും നമ്മൾ ആ കാര്യത്തെ ഇത്തരം അവരുടെ വിദേശ നയത്തെക്കുറിച്ചും അവരുടെ പോളിസിയെക്കുറിച്ചും ഒന്ന് മനസ്സിലാക്കേണ്ടത് കുറച്ച് സമയം തന്നെയെങ്കിലും ഇപ്പോൾ അനിവാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, എവ്രി വൺ നോസ് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയനിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആൻഡ് ത്രൂ ഔട്ട് ഈസ്റ്റേൺ യൂറോപ്പ് ഡ്യൂറിങ് ദ പോസ്റ്റ് വാർ പീരീഡ്. യുദ്ധാനന്തരം, നമ്മുടെ ലോകമഹായുദ്ധാനന്തരം പിന്നെ ഈസ്റ്റേൺ യൂറോപ്പിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അതുപോലെ സോവിയറ്റ് യൂണിയൻ അതായത് USSR, ഇതിനൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, the systematic brutality, the widespread atrocities, the ruthless suppression of independent thought. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഭയങ്കരമായിട്ടുള്ള ബ്രൂട്ടാലിറ്റിയാണ്, ക്രൂരതയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വൈഡ് സ്പ്രെഡ് അട്രോസിറ്റീസ്, പരന്നു കിടക്കുന്ന എന്താണ് ന്യായക്കേട്, അട്രോസിറ്റീസ്. ദ റൂത്ത്ലെസ് സപ്രഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് തോട്ട്, സ്വതന്ത്ര ചിന്തയുടെ അടിച്ചമർത്തലാണ് എന്താണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വതന്ത്ര ചിന്തയുടെ അടിച്ചമർത്തലാണ്. അത് അതായത് സ്വതന്ത്രമായിട്ട് ഫ്രീ ആയിട്ട് ചിന്തിക്കാനുള്ളൊരു അവകാശം ഇവിടെ ഇല്ല. ഓൾ ദിസ് ഹാസ് ബീൻ ഫുള്ളി ഡോക്യുമെൻറ്റഡ് ആൻഡ് വെരിഫൈഡ്. ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ തീർച്ചയായിട്ടും ഡോക്യുമെൻറ്റഡ് ആണ്, അതൊക്കെ തെളിവുണ്ട്, ആൻഡ് വെരിഫൈഡ്, തീർച്ചയായിട്ടും അത് തെളിയിച്ചതാണ്. But my contention here is that the US crimes in the same period have only been superficially recorded. പക്ഷേ ഇപ്പോൾ ഈ തൊട്ട് മുന്നത്തെ പാരഗ്രാഫിൽ പറഞ്ഞത് സോവിയറ്റ് യൂണിയൻ്റെ ഇടയിലുള്ള അട്രോസിറ്റീസ് ആൻഡ് പ്രോബ്ലംസ് ആണ്. എന്നാൽ US-ൻ്റെതാണെങ്കിലോ US-ൻ്റെ പ്രശ്നങ്ങൾ എല്ലാം റെക്കോർഡഡ് ആണ്. അവരുടെ അവർ ചെയ്ത ക്രൂരതകളൊക്കെ റെക്കോർഡഡ് ആണ്, അതെല്ലാവർക്കും അറിയുന്നതുമാണ്. ഓക്കെ, ലെറ്റ് അലോൺ ഡോക്യുമെൻറ്റഡ്, ലെറ്റ് അലോൺ അക്നോളജ്ഡ്, ലെറ്റ് അലോൺ റെക്കഗ്നൈസ്ഡ് ആസ് ക്രൈംസ് അറ്റ് ഓൾ. പക്ഷേ ഈ US-ൻ്റെ ക്രൂരതകളും അട്രോസിറ്റീസുമാണ് ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടത്, ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടത്, തിരിച്ചറിഞ്ഞത്, അതുപോലെ തന്നെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളത്. US ചെയ്യുന്ന ക്രൂരതകൾ ആളുകൾക്ക് മനസ്സിലായി, ആളുകൾ തിരിച്ചറിഞ്ഞു, ആളുകൾ അത് പ്രകടമാണ്, എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുന്നതാണ്. പക്ഷേ USSR അവർ ചെയ്ത ക്രൂരതകളൊന്നും എന്ത് ചെയ്തിട്ടില്ല, ആരും അറിയുന്നില്ല, അത് പ്രകടമായിരുന്നില്ല. ഓക്കെ, പുറം ലോകം അറിഞ്ഞില്ല. ഐ ബിലീവ് ദിസ് മസ്റ്റ് ബി അഡ്രസ്ഡ് ആൻഡ് ദാറ്റ് ദ ട്രൂത്ത് ഹാസ് കൺസിഡറബിൾ ബെയറിംഗ് ഓൺ വേർ ദ വേൾഡ് സ്റ്റാൻഡ്സ് നൗ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രസൻറ്റിൽ എന്താണ് ഇപ്പോൾ ലോകം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് ഈ ഇപ്പോൾ ലോകം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നോക്കിയാൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾദോ കൺസ്ട്രെയിൻഡ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ബൈ ദ എക്സിസ്റ്റൻസ് ഓഫ് ദ സോവിയറ്റ് യൂണിയൻ,
The United States actions throughout the world made it clear that it had concluded it had carte blanche to do what it liked. ഓക്കെ, കുറച്ച് എന്താണ് കൺസ്ട്രെയിൻഡ് ആണ്, ചുരുക്കി പറഞ്ഞതാണെങ്കിലും ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. ബൈ ദ എക്സിസ്റ്റൻസ് ഓഫ് ദ സോവിയറ്റ് യൂണിയൻ, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആക്ഷൻ ത്രൂ ഔട്ട് ദ വേൾഡ് മെയ്ഡ് ഇറ്റ് ക്ലിയർ ദാറ്റ്, ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ ഉള്ളതുകൊണ്ട് യു എസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ വ്യക്തമായിട്ട് പറയാണ്, ഇറ്റ് ഹാഡ് കൺക്ലൂഡഡ് ഇറ്റ് ഹാഡ് കാർട്ടി ബ്ലാഞ്ചി ടു ഡു വാട്ട് ഇറ്റ് ലൈക്ഡ്. കാർട്ടി ബ്ലാഞ്ചി എന്ന് പറഞ്ഞാൽ ഇതൊരു ലാറ്റിൻ ടേമാണ്, കാർട്ടി ബ്ലാഞ്ചി എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, കാർട്ടി ബ്ലാഞ്ചി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് ആസ് വൺ വിഷസ് എന്നാണ്. ഓക്കെ, ഒരാൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാനുള്ള കംപ്ലീറ്റ് ഫ്രീഡമാണ്, അതാണ് കാർട്ടി ബ്ലാഞ്ചി എന്ന് പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് USSR ഉള്ളതുകൊണ്ട്, എക്സിസ്റ്റൻസ് ഓഫ് ദി സോവിയറ്റ് യൂണിയൻ, the United States actions throughout the world made it clear that it had concluded it had carte blanche to do what it liked. USSR ഉള്ളതുകൊണ്ട് US-ന്, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കക്ക് അവരെന്ത് വിചാരിച്ചാലും നടപ്പാക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉദാഹരണമാണ് അവർ അന്ന് കാണിച്ചത്. അവർ വിചാരിക്കുന്നതൊക്കെ അവർ നടപ്പാക്കുമെന്ന്. കാർട്ടി ബ്ലാഞ്ച്. ഓക്കെ, ഡയറക്റ്റ് ഇൻവേഷൻ ഓഫ് എ sovereign state has never in fact been America's favored method. ഓക്കെ, അതുപോലെ തന്നെ നേരെ പോയിട്ട് സോവിയറ്റ് യൂണിയനെ കീഴടക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് നെവർ ഇൻ ഫാക്ട് ബീൻ അമേരിക്കാസ് ഫേവേർഡ് മെത്തേഡ്. അത് അമേരിക്കയുടെ ഒരു നല്ല അവരുദ്ദേശിച്ച കാര്യം അതല്ല, നേരിട്ട് പോയിട്ട് സോവിയറ്റ് യൂണിയനെ കീഴടക്കുക എന്നുള്ളതല്ല. അപ്പോൾ നമുക്കറിയാം ശീതസമരം എന്ന് പറയുന്നത്, കോൾഡ് വാർ, അത് നടക്കുന്നത് അമേരിക്കയും, അതായത് USSR-ഉം USA-യും USSR-ഉം തമ്മിലാണ്, അമേരിക്കയും റഷ്യയും തമ്മിലാണ്. In the main, it has preferred what it has described as low intensity conflict. അതാണ് ഇപ്പോൾ അമേരിക്കയും USSR-ഉം തമ്മിൽ നടക്കുന്നത്, ഇതാണ് ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ്, ശീതസമരം, അത്ര തീവ്രമല്ലാത്ത രൂപത്തിലുള്ള ഒരു യുദ്ധം. Low intensity conflict means that thousands of people die, but slower than if you dropped a bomb on them in one fell swoop. അതായത് ഒറ്റയടിക്ക് ബോംബിട്ട് കൊല്ലല്ല, അതിന് മറിച്ച് ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്, പക്ഷേ പതുക്കെ 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 മരിക്കുകയാണ്, ഒറ്റയടിക്ക് ബോംബിട്ട് കൊല്ലല്ല. ഇറ്റ് മീൻസ് ദാറ്റ് യു ഇൻഫെക്റ്റ് ദ ഹാർട്ട് ഓഫ് ദ കൺട്രി. മാനസികമായിട്ട് ആ രാജ്യത്തിൻ്റെ ഹൃദയത്തെ എന്താണ് ഇൻഫെക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് ദാറ്റ് യു എസ്റ്റാബ്ലിഷ് എ മാലിഗ്നൻറ്റ് ഗ്രോത്ത് ആൻഡ് വാച്ച് ദ ഗാംഗ്രീൻ ബ്ലൂം. അതായത് അവിടെ ആ രാജ്യത്ത് കൊണ്ടുപോയിട്ട് ഒരു മാലിഗ്നൻറ്റ്, ഒരു നല്ലതല്ലാത്ത ഒരു വളർച്ച അവിടെ ഉണ്ടാക്കിയിട്ട് അവിടെ ആളുകളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. വെൻ ദ പോപ്പുലേസ് ഹാസ് ബീൻ സബ്ഡ്യൂഡ്, അവിടെയുള്ള ആളുകളെ എല്ലാം അടിച്ചമർത്തിയതിന് ശേഷം, ഓർ ബീറ്റൺ ടു ഡെത്ത്, എല്ലാവരെയും അടിച്ച് കൊന്നതിന് ശേഷം, ദ സെയിം തിങ് ആൻഡ് യുവർ ഓൺ ഫ്രണ്ട്സ് ദ മിലിറ്ററി ആൻഡ് ഗ്രേറ്റ് കോർപ്പറേഷൻസ് സിറ്റ് കംഫർട്ടബിളി ഇൻ പവർ. അവിടെയുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് കൊന്നിട്ട് അവിടെയുള്ള എല്ലാവരെയും അടിച്ച് കൊന്നതിന് ശേഷം, ഈവൻ ആരൊക്കെ എല്ലാവരും എന്ന് പറയുന്ന സുഹൃത്തുക്കളാവട്ടെ, പട്ടാളക്കാരെ ആവട്ടെ, അവിടെയുള്ള കോർപ്പറേഷൻസിനെ ആവട്ടെ, എല്ലാവരെയും കൊന്നിട്ട് എന്ത് ചെയ്യാണ്, അതിൻ്റെ മുകളിൽ അത് നല്ല സുഖകരമായിട്ട് ഇങ്ങനെ ഭരിക്കുക. അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യു ഗോ ബിഫോർ ദ ക്യാമറ ആൻഡ് സേ ദാറ്റ് ഡെമോക്രസി ഹാസ് പ്രിവെയിൽഡ്. എന്നിട്ട് പറയാണ്, ക്യാമറൻ്റെ മുന്നിൽ പോയിട്ട് പറയാണ്, എന്ത്, ഇപ്പോൾ ജനാധിപത്യം വിജയിച്ചിരിക്കുന്നു, കൊല്ലൻ്റെ ആൾക്കാരൊക്കെ കൊന്നിട്ട് ജനാധിപത്യം വിജയിച്ചിരിക്കുന്നു
വിജയിച്ചിരിക്കുന്നു എന്ന് പറയാണ്. This was a common place in US foreign policy in the years to which I refer. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ അമേരിക്കയുടെ വിദേശ നയത്തെക്കുറിച്ച് പറയാനുള്ളത്. എല്ലാവരെയും പോയിട്ട് കൊന്നിട്ട് പറയാണ് ഇവിടെ ജനാധിപത്യം വിജയിച്ചിരിക്കുന്നുവെന്ന് പറയാം. ഇതാണ് ഇപ്പോൾ അമേരിക്കൻ്റെ ഒരു വിദേശ നയം എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ദ ട്രാജഡി ഓഫ് നിക്കരാഗ്വ വാസ് എ ഹൈലി സിഗ്നിഫിക്കൻറ്റ് കേസ്. നിക്കരാഗ്വ എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലേ, അവിടെയുള്ള ഒരു സംഭവമുണ്ട്. അതേക്കുറിച്ചാണ് ഇനി അദ്ദേഹം പറയുന്നത്. I choose to offer it here as a potent example of America's view of its role in the world, both then and now. ഇത് ഈ നിക്കറാഗ്വയുടെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമേരിക്കയുടെ അന്നത്തെയും ഇന്നത്തെയും ഒക്കെ നിലപാട് വ്യക്തമായിട്ട്, ഈ ലോകത്തിലുള്ള അവരുടെ റോള് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. I was present at meeting at the US Embassy in London in the late 1980s. 1980-കളിലെ അവസാന കാലഘട്ടത്തിൽ US എംബസിയിലെ ഒരു മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഞാനല്ല, ഹറോൾഡ് പിൻറ്റർ. The United States Congress was about to decide whether to give more money to the Contras in their campaign against the state of Nicaragua. The US സ്റ്റേറ്റ് കോൺഗ്രസ്സിലെ അവരെന്താണ്, they were about to decide whether to give more money to the Contras in their campaign against the state of Nicaragua. അതായത് നിക്കറാഗ്വ സ്റ്റേറ്റിനെതിരെയുള്ള ക്യാമ്പയിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് പൈസ അനുവദിക്കാനുള്ള ഒരു വക്കിലായിരുന്നു അവർ. I was a member of a delegation speaking on behalf of Nicaragua, but the most important member of this delegation was a Metcalf. ഓക്കെ, ഞാനും ഈ നിക്കറാഗ്വ എന്ന് പറയുന്ന ആ പ്രദേശത്തിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന ആളായിരുന്നു. പക്ഷേ അതിലേറ്റവും പ്രധാനിയായിരുന്നത് ഫാദർ ജോൺ മെറ്റ്കാഫ് എന്നാണ്, ഈ നിക്കറാഗ്വ പ്രദേശത്തിൻ്റെ പ്രതിനിധിയായിട്ട് വരുന്നത്. ദ ലീഡർ ഓഫ് ദ US ബോഡി വാസ് റെയ്മണ്ട് സെയ്റ്റ്സ്. എന്നാൽ US പ്രതിനിധീകരിച്ചതിൽ അവരുടെ നേതാവ് എന്ന് പറയുന്നത് റെയ്മണ്ട് സെയ്റ്റ്സ് ആണ്. ദെൻ നമ്പർ 2 ടു ദ അംബാസഡർ, ലേറ്റർ അംബാസഡർ ഹിംസെൽഫ്. ആ സമയത്ത് ശരിക്കും അംബാസഡറിൽ രണ്ടാമനായിരുന്നു, പിന്നീട് അദ്ദേഹം തന്നെയാണ് അംബാസഡറായിട്ട് മാറിയത്. അങ്ങനെ ഞങ്ങളുടെ ലീഡർ, അതായത് നിക്കറാഗ്വയുടെ പ്രതിനിധികളുടെ ലീഡറായിരുന്നത് മെറ്റ്കാഫായിരുന്നു, ഫാദർ മെറ്റ്കാഫ്. അദ്ദേഹം എന്തായിരുന്നു, ഫാദർ മെറ്റ്കാഫ് സെറ്റ്, സർ, I am in charge of a parish in the north of Nicaragua. അദ്ദേഹം പറഞ്ഞു, റെയ്മണ്ട് സെയ്റ്റ്സിനോടാണ് പറയുന്നത്, സർ, I am in charge of a parish in the north of Nicaragua. My parishioners built a school. ഞാൻ നിക്കറാഗ്വയിലുള്ള നോർത്ത് ഓഫ് നിക്കറാഗ്വയിലുള്ള ഒരു പാരിഷ് നോക്കി നടത്തിയിരുന്നത് ഞാനായിരുന്നു. എന്നിട്ട് എൻ്റെ പാരിഷനേഴ്സ്, എൻ്റെ ആളുകൾ അവിടെ ഒരു സ്കൂൾ പണി, എ ഹെൽത്ത് സെൻറ്റർ, സ്കൂൾ മാത്രമല്ല ഒരു ആരോഗ്യ കേന്ദ്രവും, എ കൾച്ചറൽ സെൻറ്റർ, സാംസ്കാരിക കേന്ദ്രവും ഒക്കെ പണിതു. വി ഹാവ് ലിവ്ഡ് ഇൻ പീസ്. വളരെ സമാധാനത്തോടു കൂടിയാണ് അവിടെ ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. എ ഫ്യൂ മന്ത്സ് എഗോ എ കോൺട്രാ ഫോഴ്സ് അറ്റാക്ക്ഡ് ദ പാരിഷ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു കോൺട്രാ ഫോഴ്സ്, ഒരു സേനാ വിഭാഗമാണ്, അപ്പോൾ അവർ ആ പാരിഷിനെ, വളരെ സമാധാനത്തോടു കൂടി ജീവിച്ചു പോകുന്ന ആ പാരിഷിനെ ആക്രമിക്കുകയുണ്ടായി. ദേ ഡിസ്ട്രോയ്ഡ് എവറിത്തിങ്, എല്ലാം അവർ നശിപ്പിച്ചു. ദ സ്കൂൾ, ദ ഹെൽത്ത് സെൻറ്റർ, ദ കൾച്ചറൽ സെൻറ്റർ, എല്ലാം, സ്കൂളും ഹെൽത്ത് സെൻറ്ററും കൾച്ചറൽ സെൻറ്ററും എല്ലാം അവർ നശിപ്പിച്ചു. ദേ റേപ്ഡ് നേഴ്സസ് ആൻഡ് ടീച്ചേഴ്സ്, സ്ലോട്ടേഡ് ഡോക്ടേഴ്സ്. നേഴ്സുമാരെയും ടീച്ചർമാരെയൊക്കെ അവർ റേപ്പ് ചെയ്തു, ഡോക്ടർമാരെ കൊന്നു. ഇൻ ദ മോസ്റ്റ് ബ്രൂട്ടൽ മാനർ, വളരെ മൃഗീയമായിട്ടാണ് അവർ ചെയ്തത്, ഈ കോൺട്രാ ഫോഴ്സ് ചെയ്തത്. ദേ ബിഹേവ്ഡ് ലൈക്ക് സാവേജസ്. അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, എന്താണ്, മൃഗങ്ങളെപ്പോലെയാണ്, സാവേജ് പീപ്പിൾ. അത് പഴയ ഓൾഡ് പീപ്പിളിൻ്റെ ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത ആളുകളെപ്പോലെ അവർ പെരുമാറി.
please demand that the US government withdraw its support from this shocking terrorist activity. അപ്പോൾ ഇവിടെ കോൺട്രാ ഫോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? US ഗവൺമെൻറ്റാണ്. അപ്പം നമ്മുടെ ഫാദർ മെറ്റ്കാഫ് പറഞ്ഞു, നിങ്ങൾ ആ ടെററിസ്റ്റുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്, കോൺട്രാ ഫോഴ്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു. ആ സപ്പോർട്ട് നിങ്ങൾ പിൻവലിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ റെയ്മണ്ട് സെയ്സ് ഹാഡ് എ വെരി ഗുഡ് റെപ്യൂട്ടേഷൻ ആസ് എ റാഷണൽ, റെസ്പോൺസിബിൾ ആൻഡ് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് മാൻ. അപ്പോൾ ഈ റെയ്മണ്ട് സെയ്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനായിരുന്നു, വളരെ റാഷണലായിട്ട് യുക്തിപരമായി ചിന്തിക്കുന്ന, വളരെ ഉത്തരവാദിത്ത ബോധമുള്ള, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരാളായിരുന്നു റെയ്മണ്ട് സെയ്സ്. റെയ്മണ്ട് സെയ്സ് ആണ് അമേരിക്കയ്ക്ക് വേണ്ടി വാദിച്ചിരുന്നത്. ഹി വാസ് ഗ്രേറ്റ്ലി റെസ്പെക്റ്റഡ് ഇൻ ഡിപ്ലോമാറ്റിക് സർക്കിൾസ്. എല്ലാവരും അംഗീകരിച്ച ഒരു മനുഷ്യനായിരുന്നു. ഹി ലിസൺഡ്. അങ്ങനെ ഈ ഫാദർ മെറ്റ്കാഫിൻ്റെ ആ ഒരു സംസാരം വളരെ ശ്രദ്ധാപൂർവം അദ്ദേഹം കേട്ടു. എന്നിട്ട് ഒന്ന് മൗനം പ്രാപിച്ചു. എന്നിട്ട് ആൻഡ് ദെൻ സ്പോക്ക് വിത്ത് സം ഗ്രേവിറ്റി. എന്നിട്ട് വളരെ കുറച്ചൊരു സീരിയസ്നെസ്സോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഫാദർ, ഹി സെഡ്, ലെറ്റ് മീ ടെൽ യു സംതിങ്. ഓ ഫാദർ, ഞാനൊരു കാര്യം പറയട്ടെ. യുദ്ധത്തിൽ, ഇൻ വാർ, ഇന്നസെൻറ്റ് പീപ്പിൾ ഓൾവേസ് സഫർ. പാവപ്പെട്ട ജനങ്ങളാണ് യുദ്ധത്തിൽ എല്ലായ്പ്പോഴും ഇരയാവുന്നത്. ദർ വാസ് എ ഫ്രോസൺ സൈലൻസ്. അപ്പോൾ ആ സമയത്ത് വളരെ ആളുകളൊക്കെ നിശബ്ദരായിപ്പോയി. വി സ്റ്റേഡ് അറ്റ് ഹിം, ഹി ഡിഡ് നോട്ട് ഫ്ലിഞ്ച്. ഓക്കെ, ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ നോക്കി. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഇന്നസെൻറ്റ് പീപ്പിൾ ഇൻഡീഡ് ഓൾവേസ് സഫർ. എന്നിട്ട് വീണ്ടും പറയാണ്, പാവപ്പെട്ട ജനങ്ങളാണ് എപ്പോഴും ഇരകളാകുന്നത്. പാപികളല്ല, പാവപ്പെട്ടവരാണ് ഇതിൻ്റെ യുദ്ധത്തിൻ്റെ ഇരകളാകുന്നത്. ഫൈനലി സംബഡി സെറ്റ്. അങ്ങനെ അവസാനം ഒരാൾ പറഞ്ഞു, ബട്ട് ഇൻ ദിസ് കേസ് ഇന്നസെൻറ്റ് പീപ്പിൾ were the victims of a gruesome atrocity subsidized by your government. പക്ഷേ ഈ ഒരു കേസിലില്ലേ, ഓക്കെ, നമ്മുടെ നിക്കറാഗ്വയുടെ കേസിൽ നിങ്ങളുടെ ഗവൺമെൻറ്റാണ് ഈ പാവപ്പെട്ട ആളുകളെ കൊല്ലുന്നത്. അത് നിങ്ങൾ ആലോചിക്കണം. വൺ എമംഗ് മെനി. ഓക്കെ, സബ്സിഡൈസിങ് ബൈ യുവർ ഗവൺമെൻറ്, വൺ എമംഗ് മെനി. അതായത് കുറേ ആളുകൾ ഇവരെ കൊല്ലുന്നുണ്ട്, അതിൽപ്പെട്ട ഒരാളാണ്, ഒരു ടീമാണ് നിങ്ങളുടെ ഗവൺമെൻറ്. ഇഫ് കോൺഗ്രസ് അലോസ് ദ കോൺട്രാസ് മോർ മണി, ഫെർദർ അട്രോസിറ്റീസ് ഓഫ് ദിസ് കൈൻഡ് വിൽ ടേക്ക് പ്ലേസ്. അതായത് നിങ്ങളുടെ അമേരിക്കൻ കോൺഗ്രസ് കൂടുതൽ പണം ഈ കോൺട്രാസ് എന്ന് പറയുന്ന ഈ സംഘടനകൾക്ക്, ഫോഴ്സിന് അനുവദിച്ചു കൊടുത്താൽ ഞങ്ങൾക്കെതിരെ ഇനിയും ഒരുപാട് അക്രമങ്ങൾ ഉണ്ടാവും എന്ന് ഇവർ പറയാം. ഈസ് ദിസ് നോട്ട് ദ കേസ്? ഇതല്ലേ കേസ്? ഈസ് യുവർ ഗവൺമെൻറ് നോട്ട് ദെർഫോർ ഗിൽറ്റി ഓഫ് സപ്പോർട്ടിംഗ് ആക്ട്സ് ഓഫ് മർഡർ and destruction upon the citizens of a sovereign state? ഓക്കെ, അപ്പോൾ അതായത് ഞങ്ങളെ ഒരു സോവറിൻ സ്റ്റേറ്റ്, പരമാധികാര രാഷ്ട്രത്തിൽ വളരെ ശാന്തമായി ജീവിക്കുന്ന ഞങ്ങളുടെ കൊലപാതകത്തിനും നാശത്തിനും ഉത്തരവാദി നിങ്ങളുടെ ഗവൺമെൻറ് അല്ലേ എന്ന് ചോദിക്കാം. സിസ് വാസ് imperturbable. I don't agree that the facts as presented support your assertions, he said. ഓക്കെ, പക്ഷേ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഈ പറയുന്നത് സത്യമാണെന്ന്. അതായത് നിങ്ങൾ ഈ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കുന്ന രേഖകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്നതൊന്നും സത്യമായിക്കൊള്ളണമെന്നില്ല എന്ന് ആര് പറഞ്ഞു? സെയ്സ് പറഞ്ഞു. As we were leaving the embassy, a US aide told me that he enjoyed my place. ആ സമയത്താണ് മറ്റൊരു കഥ. ഇത് ഹരോൾഡ് പിൻ്റർ ഒരു പ്ലെയറായിട്ടാണ്. അദ്ദേഹം ഒരുപാട് നാടകങ്ങളൊക്കെ എഴുതുന്ന ആളാണ്. അങ്ങനെ ആ എംബസിയിലുള്ള മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഒരു US ഒരാൾ, സ്ഥാനപതിയല്ല, ഒരു മെമ്പർ, അദ്ദേഹം ഈ ഹരോൾഡ് പിൻ്ററിൻ്റെ
പിന്നെ ഡ്രാമകളൊക്കെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു എന്ന് പറയണം. പക്ഷേ ഞാനൊന്നും മറുപടി പറഞ്ഞില്ല. കാരണം എൻ്റെ ഉള്ളിലൊക്കെ ദേഷ്യമാണ്, US തന്നെ ദേഷ്യമാണ്. കാരണം എന്താ, ഈ ഒരു പാവപ്പെട്ട ആളുകളെ ഇത്രയും ക്രൂരമായിട്ട് അവർ പിന്നെ കൊന്നൊടുക്കിയിട്ട് അതിനെതിരെ ഒരു വാക്ക് മിണ്ടാൻ നമ്മുടെ US അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ വിഡ്രോ ചെയ്യാൻ പോലും US കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ US സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഈ ഒരു ക്ലാസ് നമ്മളിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ക്ലാസ്സുകൾ പിന്നെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ, എന്നാലും മാത്രമേ ക്ലാസ്സുകൾ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ചില ക്ലാസ്സുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത് എടുക്കാം കേട്ടോ. താങ്ക് യു വെരി മച്ച്.